ഇനി ഞാൻ പറയും, നീ മിണ്ടാതിരുന്ന് കേട്ടോണം. ഓടി കേട്ടിട്ട് പോയാ മതി. നിന്റെ ലക്ഷ്യം വിശാൽ സാറിന്റെ കൈകൊണ്ട് ഒരു താലിയല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. വിഷം തളിച്ച പൂക്കൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകണമെങ്കിൽ നിന്റെയും ചേട്ടന്റെയും മനസ്സിലിരിപ്പ് വേറെയോ? അതിനുവേണ്ടി ശ്രമിച്ച് വെറുതെ നീ നിന്റെ സമയം കളയേണ്ട ജാസ്മിൻ. പാർവതിയുടെ കണ്ണ് വെട്ടിച്ച് അദ്ദേഹത്തെ ഒന്ന് എത്തി നോക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ നിഴലില് പോലും തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ അതിന് അനുവദിക്കില്ല. നിന്നെ ഞാൻ കൊല്ലില്ല. നിന്നെ കൊന്നിട്ട് വിശാലിന്റെ ജീവൻ എടുക്കുന്നതില് ഒരു ത്രില്ലില്ല. വിശാലിന് കാവല് നിൽക്കാൻ നിനക്ക് കഴിയില്ല പാർവതി. വിശാലിന്റെ കൺവെട്ടത്ത് പോലും ഇനി നീ ഉണ്ടാവില്ല. അതിനുള്ള കളിയാ ഇനി ഞാൻ കളിക്കാൻ പോകുന്നത്. ആ കളിയില് നീ ജയിക്കില്ല പാർവതി. എന്നെ മുട്ടുകുത്തിക്കാൻ നിനക്ക് കഴിഞ്ഞ വാലാട്ടി പട്ടിയെ പോലെ നിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകാലിൽ നടക്കും. ഓഹോ, എങ്കിലേ നീ അതൊന്ന് പഠിച്ച് പരിശീലിച്ചു വെച്ചോ. പെട്ടെന്ന് തന്നെ വേണ്ടി വരും. എന്തും പഠിക്കാം, പഠിക്കാതിരിക്കാം. പക്ഷേ ഒന്ന് മാത്രം പഠിച്ചേ മതിയാവൂ: മനുഷ്യന്റെ മനസ്സ്. കാരണം നിന്നെ പോലുള്ളവർക്ക് രണ്ട് മുഖങ്ങൾ ഉണ്ടായിരിക്കും. ഞാനത് പഠിച്ചു കഴിഞ്ഞതാ. കാണാം. വിശാൽ സാറിന്റെ കൺവെട്ടത്ത് നിന്നും എന്നെ അകറ്റുന്ന അവള് പറഞ്ഞത്. എന്നെ കൊല്ലില്ല എന്നും പറഞ്ഞു. എന്നെ കൊല്ലാതെ തന്നെ വിശാൽ സാറിൽ നിന്നും എന്നെ അകറ്റാൻ എന്തു വഴിയായിരിക്കും അവള് കണ്ടുവച്ചിരിക്കുന്നത്? മോളെ, അദ്ദേഹത്തിനിപ്പോ കുഴപ്പമൊന്നുമില്ല അച്ഛാ. എന്നോട് ഒരുപാട് നേരം സംസാരിച്ചു. എന്തോ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയിരിക്കാം. അവൻ ഒരാപത്തും സംഭവിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. കാര്യം നിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ അവന്. ആരെയും അറിയിക്കാതെ, വിശാലിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ വിശാലിനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ച എന്തിനാണെന്ന് നിനക്കറിയാം. വിശാലിന്റെ നേർക്ക് വരാൻ പോകുന്ന ആപത്തുകൾ മുൻകൂട്ടി കാണാനുള്ള മൂന്നാം കണ്ണ് ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ എടുക്കാനും തടയാനും നിനക്ക് കഴിയും. എന്റെ തീരുമാനം ശരി തന്നെയാണെന്ന് പലവട്ടം നീ തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് അവന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നതിന് ശേഷം ആദ്യമായിട്ട് എന്റെ മോന് മുറിവേറ്റു. അവന്റെ ദേഹത്ത് ആദ്യമായി ചോര പൊടിഞ്ഞു. മണിക്കൂറുകളോളം ബോധമില്ലാതെ അവൻ കിടന്നു. എന്തുകൊണ്ട്? അതാണ് മോളെ എനിക്കറിയേണ്ടത്. വിശാലിന് ഇങ്ങനൊരു അപകടം സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് മുൻകൂട്ടി നീ അറിഞ്ഞില്ല? അത് അച്ഛാ, അപൂർവം ചിലർക്ക് മാത്രം ദൈവം നൽകുന്ന ഒരു സിദ്ധിയാണത്. ആ സിദ്ധി മോൾക്ക് നഷ്ടമായോ എന്നാ അച്ഛൻ ചോദിക്കുന്നത്. അത് അച്ഛാ, വിശാൽ സാറിന് അപകടം സംഭവിക്കുമെന്ന് ഞാൻ മനക്കണ്ണിൽ കണ്ടിരുന്നു. മണ്ഡപത്തില് ചടങ്ങുകൾ നടക്കുമ്പോൾ വിശാൽ സാറിനെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നോന്ന് നോക്കായിരുന്നു ഞാൻ.
പക്ഷേ മോളെ, അപകടം വരുന്നത് മുൻകൂട്ടി കണ്ടപ്പോഴെല്ലാം വിശാലിനെ രക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാൻ തോൽക്കാതിരിക്കാൻ വേണ്ടി വിശാൽ സാറ് ആ അപകടം മനഃപൂർവ്വം വരുത്തി തീർത്തതാണെന്ന് ഞാൻ എങ്ങനെയാ അച്ഛനോട് തുറന്നു പറയാ? മോൾ എന്താ ഒന്നും പറയാത്തത്? അത് അച്ഛാ, എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. സാരമില്ല മോളെ. ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ സ്വന്തമാവുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഭാര്യയുടെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയും. ശുദ്ധമായ മനസ്സുമായി നീ നിന്നു പോയിട്ടുണ്ടാവും. പാർവതി കാവലില്ലെങ്കിൽ വിശാലിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. ഇത് നിന്റെ വിജയം തന്നെയാണ് മോളെ. അല്ല, മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, എന്നാലേ മോള് വാ, നമുക്ക് പോയി ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ദേ, എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. മോള് വാ. ശരി അച്ഛാ. ഇപ്പോഴാ മനസമാധാനമായത്. എന്തുപറ്റി? ആരായിരുന്നു ഫോണില്? ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനാ വിളിച്ചത്. വിശാൽ ബ്രോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നെറ്റിയിലെ മുറിവ് കാര്യമാക്കാനില്ലെന്നും സ്കാൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും ഡോക്ടർ പറഞ്ഞു അത്രേ. പാർവതിയുടെ പ്രാർത്ഥന കൊണ്ടാ വിശാലിന് ഒന്നും സംഭവിക്കാതിരുന്നേ. ഈ ടെൻഷനിടയിൽ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ചെറിയമ്മ എന്തുകൊണ്ടാ കല്യാണത്തിന് പങ്കെടുക്കാതിരുന്നത്? ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടേക്കാ പോയത്? ഇവിടുത്തെ പ്രഭാവതി തമ്പുരാട്ടിയുടെ കൽപ്പനയായിരുന്നു ഞാൻ കല്യാണത്തിൽ പങ്കെടുക്കരുതെന്ന്. ഞാൻ അവിടെ ഉണ്ടെങ്കിലേ ഈ കല്യാണം മുടങ്ങുമെന്നുള്ള ഭയം. അതിപ്പോ ചെറിയമ്മയുടെ പ്രസൻസ് ഇല്ലാതിരുന്നിട്ടും കല്യാണം മുടങ്ങിയില്ലേ? അതങ്ങനെ സംഭവിക്കൂ. കാരണം ദൈവം കൂട്ടിച്ചേർത്തവരെ വേർപിരിക്കാൻ മനുഷ്യർ വിചാരിച്ച് നടക്കില്ല. അങ്ങനെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷയും ദൈവം തന്നെ കൊടുക്കും. എന്റെ സംശയം എന്താണെന്നറിയോ? ഈ കല്യാണം ഒഴിവാക്കാൻ വേണ്ടി വിശാൽ ബ്രോ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണോന്നാ. അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം പാർവതിയെ പിരിയാൻ വിശാലിന് കഴിയില്ല. തിരിച്ച് പാർവതിക്കും വിശാലിനെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെന്തുകൊണ്ടാ പരസ്പരമുള്ള ഇഷ്ടം അവർ തുറന്നു പറയാത്തത്? ആരാദ്യം പറയുന്നുള്ള മത്സരം വല്ലതും ആണോ ഇനി? അത് മത്സരമല്ല. പാർവതിക്ക് ഉദയന്നൂർ അമ്മയിലൂടെ കിട്ടുന്ന ചില മുന്നറിയിപ്പുകളുടെ ഭാഗമായി അവൾ കിടക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ കൊണ്ടാ ഉള്ളിലെ ഇഷ്ടം പ്രകടമാക്കാത്തത്. പാർവതിയുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കാൻ നിൽക്കുന്നതുകൊണ്ടാ വിശാലിന് ഇങ്ങനൊരു ഗതികേട് വന്നത്. അവനൊരാണല്ലേ. അവന്റേതായിട്ടൊരു തീരുമാനം എടുക്കാൻ അവൻ എന്ന് പ്രാപ്തനാവുന്നോ അന്നേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഞാനും പലപ്പോഴും ഇത് ആലോചിച്ചിട്ടുണ്ട്. വിശാൽ ബ്രോ പ്രതികരണശേഷി ഇല്ലാത്തൊരു മനുഷ്യനാണോന്ന്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന അച്ഛന്റെ അച്ഛമ്മയുടെ മുഖം ഒന്ന് ഓർത്താ വിശാൽ ബ്രോയ്ക്ക് പ്രതികരിക്കായിരുന്നില്ലേ? അതും ചെയ്യുന്നില്ല. എല്ലാം രണ്ടാനമ്മ പറയുന്നത് പോലെ. ചെറിയമ്മ പറഞ്ഞതാ ശരി. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ വിശാൽ ബ്രോ എന്ന് തീരുമാനിക്കുന്നോ അന്നേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കൂ. കൈയെടുക്ക.
റെസ്റ്റ് എടുത്തോളൂ. എനിക്ക് വിശാലിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിച്ചോട്ടെ? എനിക്കറിയാം ഇപ്പോ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാ എന്നോട് വിശാല് പെരുമാറുന്നത്. അതുകൊണ്ടാ പെർമിഷൻ ചോദിച്ചത്. എന്നോട് അധികം സംസാരിക്കരുതെന്നേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ ഭാഗമായി കതിർമണ്ഡപം വരെ എത്തിയവരാ നമ്മള്. എന്നിട്ടും വിശാൽ എന്നെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല, അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. എനിക്കെന്റെ മമ്മിയെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടതാ. മമ്മിക്കുണ്ടായ ഒരു അപമാനത്തില് മനംനൊന്ത് മമ്മി സൂസൈഡ് ചെയ്യായിരുന്നു. പപ്പയ്ക്ക് ഞങ്ങളെ നോക്കാൻ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ വളർന്ന് ഇങ്ങനെയായി എന്നുള്ളതാ സത്യം. ഏട്ടനായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ട്. എന്നെക്കാളും 3 വയസ്സ് കൂടുതലേ ഉള്ളൂ ഏട്ടന്. പക്ഷേ ഈ ചെറിയ പ്രായത്തിനിടയില് ഒരുപാട് സങ്കടങ്ങൾ ആ പാവം അനുഭവിച്ചു. ചേട്ടത്തിയുടെ മരണമാ ഏറ്റവും കൂടുതൽ ഒലച്ചു കളഞ്ഞത്. ആ ഷോക്കിൽ നിന്നും ഇപ്പോഴും മോചിതനായിട്ടില്ല. തനിച്ചിരിക്കുമ്പോ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകള് വേദനിപ്പിക്കുന്ന അറിയാവുന്നത് കൊണ്ട് വിശാലിന്റെ വീട്ടിലേക്ക് ഞാൻ ഏട്ടനെയും കൊണ്ടുവന്നത്. ഏട്ടത്തിയമ്മ മരിച്ചതിന് ശേഷം ഏട്ടൻ വീണ്ടും കരയുന്നത് ഞാൻ കണ്ടു. ഏട്ടത്തിയമ്മയെ ഏട്ടൻ കൊന്നതാണെന്ന് പാർവതി പറഞ്ഞില്ലേ? ആ ഷോക്കില് എന്റെ ഏട്ടൻ ഇപ്പോഴും വീട്ടിലിരുന്ന് കരയുക. ഭാര്യ മരിച്ചതിന് ശേഷം എല്ലാവരും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും അതിന് ഏട്ടൻ തയ്യാറാവാത്തത് ജയെ അത്രമേൽ എന്റെ ഏട്ടൻ സ്നേഹിച്ചിരുന്നതുകൊണ്ടാ. CA അരവിന്ദനും ആ ഷോക്കിൽ നിന്ന് ഇനി മാറാത്തതുകൊണ്ടാ മണ്ഡപത്തിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പോയത്. അധികം സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല എനിക്ക്. പക്ഷേ സ്വസ്ഥതയും സമാധാനമുള്ള ഒരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ വിശാലിനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. ആഗ്രഹിച്ചതുപോലൊരു ജീവിതം തന്നതിന് ദൈവങ്ങളോട് നന്ദി പറഞ്ഞിട്ടാ ഞാൻ മണ്ഡപത്തിലേക്ക് വന്നത്. പക്ഷേ എന്റെ സന്തോഷത്തിന് ഒരു പകലിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അപകടം ഉണ്ടായത്. ജാസ്മിന്റെ ഭാഗ്യമായിട്ടല്ലേ കരുതേണ്ടത്. എന്റെ ഭാഗ്യോ? വിവാഹം മുടങ്ങിയത് എങ്ങനെ എന്റെ ഭാഗ്യാവും? അച്ഛമ്മയുടെ സ്വഭാവം ജാസ്മിൻ അറിയില്ലല്ലോ. താലി കെട്ടിയ ഉടനെ എനിക്ക് അപകടം സംഭവിച്ചിരുന്നെങ്കിലേ അത് ജാസ്മിന്റെ ദോഷമാണെന്ന് അച്ഛമ്മ നാട് മുഴുവൻ പറഞ്ഞു നടന്നേനെ. ദൈവേ ജാസ്മിന്റെ കൂടെ, അതിൽ സന്തോഷിക്ക് ജാസ്മിൻ. ഇത് പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ വന്നത്. വിശാൽ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്റെ കണക്ക് കൂട്ടലുകൾ അങ്ങനെ തെറ്റിയില്ല. വിശാലിന്റെ ഈ വാക്കുകള് എനിക്ക് എന്തുമാത്രം ആശ്വാസമാണെന്ന് അറിയാവോ? വിശാലിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ല ജാസ്മിൻ.
ഈ വീഴ്ചയിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ജാസ്മിന് വിധവയാവേണ്ടി വരുമായിരുന്നില്ലേ? അത് ജാസ്മിനെ കൂടുതൽ ദുഃഖിതയാക്കുമായിരുന്നു. അതും സംഭവിച്ചില്ലല്ലോ. അതില് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇനി ഒരു കാര്യം കൂടി. പാർവതി ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആ, അയ്യോ, എന്തിനാ ഒരു ജോലിക്കാരിക്ക് വേണ്ടി വിശാൽ സോറി പറയുന്നത്? അപ്പോ വിശാൽ അവളുടെ ഭാഗത്താണല്ലേ? ജാസ്മിൻ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. വിശാൽ, വിശാൽ, ഞാൻ എന്റെ കഥകൾ പറഞ്ഞപ്പോ വിശാലിന് എന്നോട് സഹതാപം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിൽ പിടിച്ചു കയറിയ വിശാലിന്റെ മനസ്സിൽ കയറിപ്പറ്റാം. അതിന്റെ കൂടെ ആ പൂക്കളിൽ വിഷം തളിച്ചത് പാർവതി കൂടെയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച പിന്നെ വിശാലിന്റെ ലൈഫിൽ നിന്ന് പാർവതി ഔട്ട്, ജാസ്മിൻ ഇൻ. സിസ്റ്റർ, ICU എവിടെയാ? ഫസ്റ്റ് ഫ്ലോറാ. അമ്മേ, നീ ഇതെവിടെയായിരുന്നു? കല്യാണം കഴിഞ്ഞു, സദ്യ ഇടാൻ വന്നതാണോ നീ? അമ്മേ, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? കഴിയുമെങ്കിൽ ആ കല്യാണം മുടക്കണം എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് ഞാൻ കുടുംബ വീട്ടിലേക്ക് വന്നത്. അത് പ്രഭാവതി മനസ്സിലാക്കി. അതാ ഞാൻ ഇല്ലാതിരുന്നേ. സംഭവിച്ച കാര്യങ്ങളൊക്കെ ചെറിയമ്മ അറിഞ്ഞില്ലേ? അറിഞ്ഞു. അതാ ഞാൻ ഓടി വന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട് വിശാലിന്? പേടിക്കാനൊന്നുമില്ല. ആ പാവം പാർവതിയുടെ പ്രാർത്ഥനയാ വിശാലിനെ രക്ഷപ്പെടുത്തിയത്. എല്ലാം അവളുടെ ഉദയനൂരമ്മയുടെ രക്ഷ. അവനൊന്ന് കാണാൻ പറ്റുമോ എനിക്ക്? അതിനെന്താ, ചെറിയ മകത്തേര് കണ്ടോളൂ. ആ, അല്ല, ഗോപിയേട്ടൻ എവിടെ? ബില്ലടക്കം താഴേക്ക് പോയി. ആ, മോനെ വിശാലെ. ചെറിയമ്മേ, വിശേഷങ്ങളൊക്കെ ചെറിയമ്മ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? വിവാഹം മുടങ്ങി. നിന്റെ മുഖത്ത് സന്തോഷാണോ സങ്കടമാണോന്ന് ചെറിയമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോടാ. സങ്കടമാ ചെറിയമ്മേ.